രാമായണ കഥകളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഒരേ ഒരു ചെറിയ ഭഗവാന്റെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒരു പ്രത്യേക സ്വഭാവം, ഗുണം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീരാമ മഹിമ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം.
അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക വ്യക്തിക്ക് വളരെ വളരെ ഫലപ്രദവും ഉപയോഗപ്രദവുമായ ഒരു കാര്യമാണ്. അച്ചടക്കം അത്ര എളുപ്പമല്ല മനസ്സിനെ ഒരു ഡിസിപ്ലിനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന വാക്കിലിരുന്നാണ് ഡിസൈപ്പിൾ എന്ന വാക്ക് ഇതായത്. ഡിസിപ്ലിൻ എന്ന വാക്കിൽ നിന്നാണ് ഡിസൈപ്പിൾ, ശിഷ്യൻ എന്ന വാക്ക് വന്നത്. അപ്പോൾ ആധ്യാത്മിക വ്യക്തികൾക്ക് ഡിസിപ്ലിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തന്നെ ഒരു ചെറിയ മാതൃകയായി എടുത്തോളൂ. നമ്മുടെ പുറത്ത് കുറച്ച് കർശനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് പ്രതികരിക്കാറുണ്ട്? ഇതിങ്ങനെ ആയിരിക്കണം, ഇത്ര മണിക്ക് ഇത് ചെയ്യണം, ഇതുപോലെ വേണം, ഇങ്ങനെ വേണം എന്ന് നമ്മളെ നിയമങ്ങൾ കൊണ്ട് തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ മാനസികമായി പ്രതികരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആരുമില്ല. എല്ലാവരും നമുക്കൊരു നിയമം ഇഷ്ടമേ അല്ല. അതിലും പ്രത്യേകിച്ച് ചിലർ ജീവിതം മുഴുവനും സാറുമാരാവും, ടീച്ചറാവുന്ന ചില കഥാപാത്രങ്ങൾ എപ്പോഴും അടുത്തവരെ കാണുമ്പോൾ ഇത് വേണം, ഇങ്ങനെ വേണം, കിഴക്കോട്ട് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ഉള്ളവരെ ആർക്കുമേ ഇഷ്ടമല്ല. ഇനി രണ്ടാമത്തത്, മറ്റുള്ള ആൾക്കാരെ നിയമത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താത്തതുമായ കഥാപാത്രങ്ങൾ എത്ര ഇവിടെയുണ്ട്. മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ പറയും ഇങ്ങനെ വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് വേണം. എന്നാൽ നമ്മളത് ആചരിക്കാത്ത ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറയുന്നത് പോലെ ജീവിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞു? അല്ല, എന്ത് ആക്ഷനൊക്കെ കാണിച്ച് ഈ റൂൾസ്, നിയമങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഈവൻ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ കാണുന്നുണ്ട്. നമ്മൾ ആരെടുത്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഇതുപോലെ ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ മനസ്സങ്ങ് വല്ലാണ്ട് പ്രതികരിക്കും. ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് മാനസികമായി ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എല്ലാവരും മനസ്സ് തച്ചുവച്ച ഒരു കൂട്ടിനകത്ത് സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു മാറ്റം നമുക്ക് ആർക്കും തന്നെ പലപ്പോഴും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ഇപ്പോൾ ഈ അമ്പലത്തിൽ വരാണെന്ന് വെച്ചോളൂ, കയറി ദിവസവും വരുന്നവര് എവിടെ ചെരുപ്പിടുമോ അവിടെയേ ദിവസവും ചെരുപ്പിടും, ചെരുപ്പ് മാറ്റിയിടില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് എത്ര വരും? എവിടെ ചെരുപ്പ് വെക്കുമോ അവിടെയേ വെക്കൂ, അല്ലേ? നമ്മൾ ഒരു ദിവസം ഈ ചെരുപ്പ് ഇവിടെ പാടില്ല, അപ്പുറത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് എന്തെങ്കിലും വല്ലാണ്ട് പ്രതികരിക്കും. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു തമാശ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഭക്തയാണ് എന്ന് വിചാരിക്കുന്ന ഹരിപ്രിയ മാതാജി ഭക്തയാണോ? അല്ലേ? അല്ലേ? ഞങ്ങളൊരു ദിവസം എല്ലാവരും ദ്വാരക, ഗുജറാത്തിൽ പോയി. ആ ഹോട്ടലിൽ ഒരു ഇത് തന്നു, ഈ വാതിൽ തുറക്കുന്ന കീ. അത് താക്കോലല്ല, ഒരു മാഗ്നറ്റിക് കീയാണ്. അതിങ്ങനെ വെച്ചാൽ, കാർഡ് വെച്ചാൽ വാതിൽ തുറക്കും. 3 ദിവസം 2 ദിവസം അവിടെ താമസിച്ചിരുന്നു. ഫസ്റ്റ് ഡേ ആ കാർഡ് കൊണ്ടുപോയി വെച്ചപ്പോൾ കാർഡ് വർക്ക് ചെയ്തില്ല. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഫോണിൻ്റെ അടുത്ത് വെക്കാൻ പറ്റില്ല, ഇത് എഫക്റ്റാണ് എന്തോ പറഞ്ഞു. ശരി,
അവർ ഉച്ചയ്ക്ക് രണ്ടാമത് പോയപ്പോൾ കാർഡ് വർക്ക് ചെയ്തില്ല. അവർ പറഞ്ഞു നിങ്ങൾ മറ്റേ ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ കൂടെ വെച്ചാൽ ഇത് വെക്കാൻ പറ്റില്ല, ഈ കാർഡ് നിങ്ങൾ സെപ്പറേറ്റ് സൂക്ഷിക്കണം. ഹരിപ്രിയ മാതാജി പറഞ്ഞു ഞാൻ മരത്തിൻ്റെ മൂട്ടി വെച്ചിട്ട് പോയിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞു. അതായത് നമുക്കൊരു ഒരു 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 പാറ്റേൺ ഉണ്ട്. ഈ മനസ്സ് വല്ലാത്തൊരു സൈക്കോളജിക്കൽ ട്രാപ്പാണ് നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലൈഫിൽ ഒരു പാറ്റേൺ, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ പൂർവജന്മ കർമ്മമനുസരിച്ച് നമ്മളെല്ലാവരും ഒരു പ്രത്യേക പാറ്റേൺ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ആ പാറ്റേണിൽ ഇരുന്ന ആ മനുഷ്യൻ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ആരെങ്കിലും ഒരു നിയമം കൽപ്പിച്ചു കഴിഞ്ഞാൽ ശരി, അത് നല്ലതാണോ വേണ്ടേ ഒന്നും ചിന്തിക്കില്ല. മനസ്സ് ഫസ്റ്റ് എന്ത് ചെയ്യും? അതിന് റിബല്ലിങ്. നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണ ചരിത്രം നോക്കിക്കോളൂ. ആദ്യമായി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിൽ സർക്കാർ കമ്പ്യൂട്ടർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നപ്പോൾ സർവത്ര വിദ്യാഭ്യാസ സമ്പന്നരായ വ്യക്തികളും എതിർത്തു. കമ്പ്യൂട്ടർ പാടില്ല നമ്മുടെ സ്റ്റേറ്റിൽ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി നഷ്ടപ്പെടും. വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു, വലിയ ധർണ നടന്നു, കോലം കത്തിക്കലും പലതും സംഭവിച്ചു. പക്ഷേ ഇന്ന് ആ സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ മൈഥിലിക്ക് വരെ ഉണ്ട് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉണ്ട്. എല്ലാവരുടെ കയ്യിലുമുണ്ട്. മനുഷ്യന്റെ മനസ്സ്, അതായത് നമ്മുടെ ലൈഫിൽ വേറെ എവിടെയും പ്രശ്നമില്ല. രാമായണം അന്തർലീനമായി പറയുന്ന ഒരേ ഒരു തത്വം മനസ്സിനെ അച്ചടക്കത്തിൽ കൊണ്ടുവരിക. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ഓസ്റ്ററിറ്റി ഓഫ് ദ മൈൻഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓസ്റ്ററിറ്റി. മനസ്സിന്റെ തപശ്ചര്യയാണ് ഏറ്റവും വലിയ തപശ്ചര്യ. 2 ദിവസം ഭക്ഷണം കഴിക്കാതെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഒരാഴ്ച ഭക്ഷണം വെള്ളം കുടിക്കാതെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ ഒരാളെടുത്ത് ഒരാഴ്ച സംസാരിക്കാതെ ഇരിക്കാൻ പറഞ്ഞു നോക്കും. പട്ടിണി വേണമെങ്കിലും കിടക്കും, പക്ഷെ എന്തവരെ കൊണ്ട് പറ്റില്ല? സംസാരിക്കാതെ പറ്റില്ല, കുറ്റം പറയാതെ വിമർശിക്കാതെ പറ്റില്ല. ഈ ഒരു പ്രിൻസിപ്പിൾ ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാന്റെ ലൈഫിൽ കൃത്യമായി ശാസ്ത്രത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് നിയമത്തിനും ശ്രീരാമചന്ദ്രമൂർത്തി ലൈഫിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു 50-75-100 പേർക്കകത്ത് നമ്മൾ കൂടിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് ലൈഫിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് അറിഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും. 2 കയ്യൊക്കെ ഇല്ലേ? നമുക്ക് അറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ അത് പാടില്ല, ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ദിവസവും പുസ്തകത്തിൽ വായിക്കുന്നു, രാവിലെ സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേറ്റ് മംഗളാരത്തിയിൽ പങ്കെടുക്കണം, മംഗളാരത്തിയിൽ ദിവസവും ബുക്കിൽ വായിക്കാം. പക്ഷെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറയാണ്, നാളെ തൊട്ട് നീ രാവിലെ മംഗളാരത്തിക്ക് എണീക്കണം എന്ന് പറഞ്ഞ അയാൾ എൻ്റെ ശത്രുവാണ്. ശരിയാണോ തെറ്റാണോ? ഇത് അറിയാത്ത കാര്യമല്ല. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ആവണി വിറകിലിരുന്ന് തീയെടുക്കുക എന്നുള്ള ഒരു പ്രത്യേക മരമുണ്ട്. എന്ത് മരം? കടത്തി അരണി, അരണി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മരം, അരണി. ഈ പണ്ട് കാലത്തൊക്കെ വലിയ യജ്ഞയാഗ ഹോമങ്ങൾ നടക്കുമ്പോൾ ഈ ഋഷിമാരെല്ലാം തീപ്പെട്ടി എടുത്തുകൊണ്ടാണോ പോകുന്നത്? അല്ല, ലൈറ്റർ എടുത്തുകൊണ്ട് പോകും. കാട്ടിൽ എവിടെയോ വെച്ചായിരിക്കും യാഗങ്ങൾ നടക്കുന്നത്. ചില യാഗഹോമാദികളെല്ലാം മാസങ്ങൾ നടക്കും. അപ്പോൾ ഇവർ ഈ തീപ്പെട്ടി, ലൈറ്റർ ഇതൊന്നുമല്ല ചുമന്നുകൊണ്ട് പോകുന്നത്. ഇവരുടെ കയ്യിൽ ഈ മരം ഉണ്ടാകും. എന്താണ്? അരണി എന്ന് പറയുന്ന മരം. ഈ മരത്തിൽ ഇനിയൊരു മരക്കഷ്ണം വെച്ചിങ്ങനെ കുറച്ചു നേരം തൈര് കടയുന്നത് പോലെ കടയുമ്പോൾ അതിനകത്തിരുന്ന് തീയുണ്ടാകും.
എല്ലാ മരത്തിലും അത് സാധിക്കില്ല. ഒന്ന് രണ്ട് പ്രത്യേക ഇനം മരത്തിൽ മാത്രമേ നമുക്ക് അരണിന്ന് തീയെടുക്കാൻ സാധിക്കൂ. അതുപോലെ ശ്രീരാമചന്ദ്രമൂർത്തി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ 99% ദോഷമായിരിക്കും, എന്തെങ്കിലും ഒന്നോ രണ്ടോ സൽസ്വഭാവം ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മളിൽ തെറ്റുകുറ്റങ്ങളാണോ അധികം, ദോഷമാണോ അധികം, നന്മയാണോ നമ്മളിൽ അധികം? ഏതാണ് അധികം? കള്ളത്തരമാണ് അധികം, അല്ല സത്യസന്ധതയാണ് അധികം? ദോഷമാണ് അധികം, ഏതാണ് അധികം? ഒരു അനക്കമില്ല, മലയാളം അറിയാനില്ല. ഏതാണ് അധികം? എൻ്റെ ഉള്ളിൽ ഫുള്ള് കുഴപ്പമാണ്. എന്നാൽ മാന്യരെ പോലെ വേഷം ഇട്ടുകൊണ്ട് നമ്മൾ ദോഷവും തെറ്റ് പറയുന്നതും കുറ്റം കണ്ടുപിടിക്കുന്നതും പരദൂഷണം പറയുന്നതും വിമർശിക്കുന്നതും അതൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാരക്ടർ. സോ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് എന്തുകൊണ്ട് ശത്രുക്കളില്ല? ശ്രീരാമചന്ദ്രമൂർത്തിയെ മഹാൻ എന്ന് എന്തുകൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നു? മഹാപ്രഭു എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആര് മുന്നിൽ വന്നാലും അവരുടെ ഉള്ളിലുള്ള ആ ഒരു നന്മയെ കണ്ടുപിടിച്ചിട്ട് ഈ അരണി മരം ഇങ്ങനെ ആക്കി എങ്ങനെയാണോ തീയെടുക്കുന്നത്, അതുപോലെ ആ വ്യക്തിയുടെ അകത്തുള്ള നല്ല സ്വഭാവത്തിനെ എന്ത് ചെയ്യും? ഈ തീ നമ്മൾ ഫാൻ ചെയ്ത് വലുതാക്കൂല്ലേ, അതുപോലെ അവരെ വലുതാക്കി അവർ പൂർണ്ണമായ നന്മയിലേക്ക് മാറാനായിട്ട് അവരെ സഹായിക്കും. ഇത് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, പ്രഭുപാദരുടെ ആത്മീക ഗുരു, ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത വിഷയമാണ്. എന്തെന്ന് വെച്ചാൽ, പ്രഭുപാദരുടെ ആത്മീക ഗുരു, അദ്ദേഹത്തിൻ്റെ പേര് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹം എഴുതുമ്പോൾ വളരെ കർശനമായിട്ട് എഴുതും. വളരെ സ്ട്രിക്റ്റാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ. പക്ഷെ ആൾക്കാരെടുത്ത് ഇടപഴകുമ്പോൾ വളരെ മൃദുലമായി, സോഫ്റ്റായി, സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ഇടപഴകും. എന്നാൽ എഴുതുമ്പോൾ വളരെ കർശനമായിട്ട് എഴുതും. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു, മഹാമടിയനാണ്. കുനിഞ്ഞൊരു ജോലി ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു മടിയനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാ? സൂരജ് മടിയാണ്, മഹാമടിയനാണ്. ആര്? സൂരജല്ല, ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ആശ്രമത്തിൽ ഒരു ശിഷ്യൻ. അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിനെ വെറുപ്പാണ്. ആരും കൂട്ടത്തില്ല, ആരും സംസാരിക്കത്തില്ല, ആരും അദ്ദേഹത്തെ ഒതുക്കി വച്ചിരുന്നു. പക്ഷെ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നോക്കിയപ്പോൾ ഒരുത്തൻ മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു ആശ്രമത്തിൽ. ഉടനെ ഭക്തിസിദ്ധാന്ത സരസ്വതി എന്ത് ചെയ്യും? അവനെ ദിവസം കാണുമ്പോൾ, നീ വളരെ മനോഹരമായി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്ന് ആ ഒരു സ്വഭാവത്തിനെ ഉയർത്തി പറയും. നിന്റെ ഡ്രസ്സിങ് നന്നായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ആശ്രമത്തിൽ ചില ബ്രഹ്മചാരികളുണ്ട്, 1/2 മണിക്കൂർ ധോത്തി ഉള്ളൂ. പെണ്ണുങ്ങൾ സാരി പോലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുണ്ട്, തേച്ച് വെടപ്പാക്കി അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് കാഷായം. അതിലെന്താണ് ഒരു സ്റ്റൈൽ? അപ്പൊ മെനക്കെട്ട്. അപ്പൊ അദ്ദേഹം, ഈ ബ്രഹ്മചാരി വളരെ വളരെ മനോഹരമായി ഡ്രസ്സ്, ആശ്രമമേ അദ്ദേഹത്തിനെ വെറുക്കുമായിരുന്നു. പക്ഷേ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്നും കണ്ടിട്ട് പറയും, നീ ഇന്നത്തെ നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? കൂടുതൽ അദ്ദേഹത്തിന്റെ ഗുരുവിലിരുന്ന ആ പ്രശംസ, ആ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ല ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ പോകും. വീണ്ടും അദ്ദേഹം കൂടുതൽ അത് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം കൂടുതൽ ചെയ്യുമ്പോൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറും അതുപോലെ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് തന്നെ ഒരു കുറ്റബോധം, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഒരാൾ 2 കാര്യം ചെയ്യാൻ തുടങ്ങി, പിന്നെ 2 3 കാര്യം ചെയ്യാൻ തുടങ്ങി, 3 4 കാര്യം. ഇദ്ദേഹം എന്തെല്ലാം ചെയ്യുമോ അപ്പോഴൊക്കെ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തോണ്ടേ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഉന്നതനായ ഒരു ആത്മീയവാൻ, ഒരു മഹാഭക്തനായി കഴിഞ്ഞു.
ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്താ ചെയ്തെച്ചാൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നല്ല സ്വഭാവത്തിനെ മാത്രം ഫാൻ ചെയ്ത് അതിനെ വളർത്തി അവനെ ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ആക്കി മാറ്റി. ഇത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ലൈഫിൽ ആചരിച്ച ഒരു പ്രിൻസിപ്പിളാണ്. കൈകേയി രാവണൻ ഉൾപ്പെടെ ആരെയുമേ ശ്രീരാമചന്ദ്രമൂർത്തി കുറ്റം പറഞ്ഞിട്ടേയില്ല. ചില സമയം അവരുടെ സ്വഭാവങ്ങൾ തെറ്റാണെന്ന് പറയുന്നല്ലാതെ ആ വ്യക്തികളെ തള്ളിക്കളഞ്ഞിട്ടേയില്ല. സീതാദേവിയെ രാവണൻ കടത്തിക്കൊണ്ടുപോയി 3-4 മാസം അശോകവനത്തിൽ വെച്ച് പീഡിപ്പിച്ചു. എന്നിട്ട് യുദ്ധത്തിന് വന്നു. ആദ്യത്തെ ദിവസം യുദ്ധത്തിൽ വന്നു, തോറ്റുപോയി. എന്നിട്ട് ആ രാവണൻ കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ട രാക്ഷസ വംശം നശിക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവസാന ദിവസം രാവണൻ വന്ന് നിന്നപ്പോഴും ശ്രീരാമചന്ദ്രമൂർത്തി പറയാ, ഏ രാക്ഷസ രാജ രാവണ, ഇപ്പോഴും താമസിച്ചു പോയില്ല. സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വിടാം. ആ ഫർഗിവ്നെസ്, എന്തുമാത്രം ദ്രോഹം ചെയ്താലും എത്ര ഇത് ചെയ്താലും ആ തെറ്റുകളെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാതെ അവരുടെ നന്മയെ മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ നേരെ തിരിച്ചാൽ 20 വർഷം 30 വർഷം നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടാകും. അതെല്ലാം മാറ്റിവെച്ച് ഒരു വാക്ക് നമ്മൾ എന്തെങ്കിലും അവരെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാത്രം മനസ്സിൽ വെച്ച് ബാക്കി നന്മകളെല്ലാം മറക്കുന്ന വല്ലാത്ത ഒരു എന്താ പറയാ കപടമായ മനസ്സാണ്. ശരിയാണോ തെറ്റാണോ? ഇല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. പരിപാടി നടന്നു, പ്രസാദം കഴിച്ചു, എത്രയോ നല്ല കാര്യം നടന്നു. ഇതൊന്നും മനസ്സിൽ പതിയില്ല. ഇറങ്ങി നടന്നു പോകുമ്പോൾ പടിയിൽ കാല് കെട്ടി താഴെ വീണു. വീട്ടിൽ പോയി ചോദിച്ചു, രാമായണം പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നോ? ആ പടിയുടെ സ്റ്റെപ്പിൽ ഞാൻ ക്ലിപ്പായി താഴെ. നല്ലതെല്ലാം മറന്ന വേദന മാത്രം ഓർക്കുന്ന ഒരു മനസ്സ്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ലൈഫിന്റെ പ്രിൻസിപ്പിൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഒരു ദോഷവും, അവർ ചെയ്യുന്ന ഒരു ദോഷവും പ്രഭു രജിസ്റ്റർ ചെയ്യാറില്ല. അവരുടെ നന്മകളെ മാത്രം രജിസ്റ്റർ ചെയ്യും. രാവണന് ശാർദൂലൻ എന്ന് പറയുന്ന ഒരു സ്പൈ ചാരൻ ഉണ്ടായിരുന്നു. ഏത് വേഷവും സ്വീകരിക്കും, ഏത് സമയത്ത് എവിടെ കൂടെ നുഴഞ്ഞ് എവിടെ വേണമെങ്കിലും പുറത്തു വരും. വിദഗ്ധനായ ഒരു ചാരൻ. രാവണൻ പറഞ്ഞു, ഹേ ശാർദൂല, നീ ചെന്നിട്ട് രാമന്റെ സൈന്യം മുഴുവനും സമുദ്രതീരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരുടെ വ്യൂഹം എന്താണ്, അവരെന്താണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, എന്താ നടപ്പിലാക്കാൻ പോയി, എങ്ങനെയെങ്കിലും രഹസ്യമായി കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉടനെ ശാർദൂലനും ഒരു വാനരന്റെ വേഷവും ചമഞ്ഞിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സൈന്യത്തിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറി. പക്ഷെ കുരങ്ങന്മാര് കണ്ടുപിടിച്ചു, വാനരങ്ങൾ കണ്ടുപിടിച്ചു, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, ഇത് ശത്രുവാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ശാർദൂലനെ പിടിച്ച് ഒരു മരത്തിൽ കെട്ടിവെച്ച് അടിയടാടി. ഈ കുരങ്ങന്മാരുടെ പണിഷ്മെന്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. കെട്ടിവെക്കും, പുറത്ത് മൂത്രം ഒഴിച്ചു വയ്ക്കും. രാമായണ യുദ്ധം ഭയങ്കര രസമാണ്. ആ രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ഓരോ ദിവ്യാസ്ത്രം എടുത്ത് ഇങ്ങനെ വെച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാർ അതിന്റെ മേലെ മൂത്രം ഒഴിച്ചു വയ്ക്കുക, അസ്ത്രം പ്രവർത്തിക്കാതെ. ഇങ്ങനെയൊക്കെയാ യുദ്ധം ചെയ്തത്. ശാർദൂലനെ കെട്ടിവെച്ച് വാനരന്മാരെ അടിയോടടി. ശാർദൂലൻ രാമ രാമ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു, വിഭീഷണ, ആരാ എന്റെ നാമം വിളിക്കുന്നത്? ഉടനെ വിഭീഷണൻ പറഞ്ഞു, പ്രഭു, അത് ശത്രുവാ, ശാർദൂലന, രാവണന്റെ ഏറ്റവും വിശ്വസ്തനായ ചാരന. ഇവിടത്തെ എല്ലാം അറിയാൻ വേണ്ടി വന്നിരിക്കുന്ന, പക്ഷെ നമ്മുടെ ആൾക്കാർ കണ്ടുപിടിച്ചു. അവൻ എൻ്റെ നാമമാ ചൊല്ലുന്നത്, വിട്ടേക്കാൻ പറഞ്ഞു. അല്ല, അവൻ ശത്രുവാണ്, കുഴപ്പമില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ശാർദൂലനെ അഴിച്ചുവിട്ടു. ശാർദൂലൻ മുമ്പേ വന്നു. പേടിച്ച് ഇനി ഏത് നിമിഷം ജീവൻ പോകുമെന്ന് ഭയന്നു വന്നു. ശ്രീരാമചന്ദ്രമൂർത്തി വളരെ സ്നേഹത്തോടെ ആ വീക്ഷണത്തിൽ തന്നെ ശാർദൂലന്റെ ഒരു തെറ്റും ശ്രീരാമചന്ദ്രമൂർത്തി കാണുന്നില്ല. അവന്റെ നന്മ മാത്രമാണ് ശ്രീരാമചന്ദ്രമൂർത്തി കാണുന്നത്.
ഒരു ശുദ്ധമായ ആത്മീയ വ്യക്തിയും അങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവത്ഗീത, ഭാഗവതം നിരന്തരം ഉപദേശിക്കുന്നുണ്ട്. തുല്യ നിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിത്. സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരുപോലെ ഇരിക്കണം. അമാനീന മാനദേന കീർത്തനീയ സദാഹരി. എല്ലാവരെയും ബഹുമാനിക്കണം, പക്ഷെ ഇങ്ങോട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാൻ പാടില്ല. അഹൈതുകി അപ്രതീഹതായ ആത്മാ സുപ്രസീദതി. ഭഗവാനെ സേവിക്കുമ്പോൾ എന്ത് ഫലമാണ് എനിക്ക് കിട്ടുന്നത്, എന്ത് നേട്ടമാണ്, എനിക്ക് പേരും പ്രശംസയുണ്ടോ, അതൊന്നും നോക്കാൻ പാടില്ല. ഗീതയും ഭാഗവതവും ഈ ഗ്രന്ഥങ്ങളെല്ലാം തിരിച്ചും മറച്ചും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരുടെയും തെറ്റുകൾ നോക്കരുത്, നന്മ മാത്രം നോക്കണം, തെറ്റുകൾ നോക്കാൻ പാടില്ല. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം, ഞാനൊരു അമ്മയാണ്, ഞാനൊരു അച്ഛനാണ്, ഞാൻ എൻ്റെ കുട്ടികളുടെ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പിന്നെ ആര് തിരുത്തും? അതും ശാസ്ത്രം പറയുന്നുണ്ട്. എപ്പോഴൊക്കെ ഒരു കൈ ഒരു മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കാൻ ഉയർന്നു, ആ കൈകൾക്ക് മാത്രമേ അയാളെ അടിക്കാനും അധികാരമുള്ളൂ. കണ്ണീര് തുടച്ചിട്ടില്ലെങ്കിൽ ആ കൈകൾക്ക് അടിക്കാൻ അധികാരമില്ല. ഒരു ആത്മാവിന്റെ വളർച്ചയ്ക്ക് നമ്മൾ സമയം ചെലവാക്കിയിട്ടില്ലെങ്കിൽ അവനെ കുറ്റം പറയാനുള്ള, വിമർശിക്കാനുള്ള അർഹതയും ആ വ്യക്തിക്കില്ല. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, അവൻ എൻ്റെ നാമമാ ജപിക്കുന്നത്, ശാർദൂലനെ വിട്ടേക്കൂ. ശാർദൂലൻ ഭയന്ന് നടുങ്ങിക്കൊണ്ട് പ്രഭുവിടെ മുമ്പേ പറഞ്ഞു, ഞാൻ രാവണന്റെ ചാരനാണ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വരാൻ എൻ്റെ രാജൻ കൽപ്പിച്ചു. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി ചിരിച്ചോണ്ട് പറഞ്ഞു, വിഭീഷണ, സർവത്ര രഹസ്യവും പറഞ്ഞു കൊടുക്കും. നമ്മൾ ഏത് വ്യൂഹത്തിലാണ് ലങ്കയെ ആക്രമിക്കാൻ പോകുന്നത്, ഏത് രീതിക്ക് പോകും, എന്തൊക്കെ പ്രക്രിയ, എന്തൊക്കെ രീതിയിൽ പോകും, എല്ലാം അവൻ ചോദിക്കുന്നതും ശാർദൂലൻ ചോദിക്കാത്തതിനും എല്ലാം മറുപടി. മുഴുവൻ സൈന്യവും പേടിച്ചു നിന്നു, എങ്ങനെ നമ്മൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും? പക്ഷെ പ്രഭു പറഞ്ഞു എല്ലാം വെളിപ്പെടുത്താൻ. ആ ശാർദൂലൻ വരെ അതിശയിച്ചു. ഞാൻ എത്രയോ സ്ഥലത്ത് ചാരപ്രവർത്തിക്ക് പോയിട്ടുണ്ട്, പക്ഷേ കണ്ണാടി പോലെ ഹൃദയമുള്ള ഇങ്ങനെ ഒരു ട്രാൻസ്പറൻസിയിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ? നമ്മളിവിടെ കൂടിയിരിക്കുന്നവരുടെ എത്ര പേരുടെ ജീവിതത്തിൽ രഹസ്യങ്ങളുണ്ട്, വേറെ ആരും അറിയാത്തത്? നാല് പേരെ കൈ നോക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് കൈ ഉയർത്താത്തവരെത്ര പേരുണ്ട്? എല്ലാവരുടെ ലൈഫിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരറിയാത്ത, അതിലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളെ വിശ്വസിക്കുന്നവരറിയാത്ത വലിയ രഹസ്യങ്ങളും കാണും. അതൊക്കെ മനുഷ്യ ഇതാണ്. ആരും ഷോക്കാവണ്ട, അങ്ങനെയൊക്കെ എല്ലാവരുടെ ലൈഫിലും, എല്ലാവരുടെ ലൈഫിലെ രഹസ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരാളെ ശാർദൂലൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെയും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ? കണ്ണാടി പോലത്തെ ഹൃദയം. ഒരു ശത്രു വന്ന് ചോദിക്കുമ്പോൾ, മിത്രം വന്നാലേ നമ്മളൊന്നും ചോദിക്കാറില്ല. ഇവിടെ പല പ്രഭുക്കന്മാർക്ക് വീട്ടിൽ ഭാര്യയ്ക്ക് പോലും അറിഞ്ഞൂടെ എവിടെയൊക്കെയാണ് പൈസ വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു ശത്രു വന്ന് ചോദിച്ചപ്പോൾ എല്ലാം അങ്ങ് തുറന്നു പറയാം. ശാർദൂലൻ്റെ രാമനെ കുറിച്ചുള്ള ആ മുഴുവൻ ധാരണയും വേരോട് മാറി ശാർദൂലൻ്റെ. തിരിച്ചു പോയി രാവണന്റെ അടുത്ത്. രാവണൻ ചോദിച്ചു, ശാർദൂല, നീ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ഉടനെ ശാർദൂലൻ പറഞ്ഞു, അവർ ഇന്ന ദിവസം ഇന്ന വ്യൂഹത്തിൽ കൂടെ ഇവർ ആക്രമിക്കും, ഇന്ന ആളായിരിക്കും സൈന്യാധിപൻ, അടുത്ത ദിവസം ഇങ്ങനെ ആയിരിക്കും, എല്ലാം പറഞ്ഞപ്പോൾ രാവണന് വലിയ സന്തോഷമായി. കഴുത്തുള്ള മുത്തുമാല പറിച്ച് എറിഞ്ഞു കൊടുത്തു. ശാർദൂല, ഇനി വിജയം നമ്മുടെ തന്നെയാണ്, ധൈര്യമായി നീ പോയിക്കോ. പതുക്കെ കുനിഞ്ഞ് പുറകു തിരിയാതെ ഇങ്ങനെ നടന്ന് വന്ന ശാർദൂലൻ ആ വലിയ മാളികയുടെ വാതിലിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഹേ രാക്ഷസ രാവണ ലങ്കേശ്വര, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇപ്പോഴും താമസിച്ചില്ല. സീതയെ തിരിച്ചു കൊടുത്താൽ ലങ്ക അങ്ങ് രക്ഷപ്പെടും. ഇത് എൻ്റെ അഭിപ്രായം. ഇതിനെ കേട്ട നിമിഷം രാവണൻ കയ്യിലിരുന്ന വാള് കൊടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ആ ശാർദൂലൻ ഭയന്ന് ഓടുന്ന സമയത്ത് നിലവിളിച്ചോണ്ട് പോവുക, ശത്രുവായ രാമൻ എന്നെ ആലിംഗനം ചെയ്ത് സ്നേഹിച്ചു, എൻ്റെ ജീവൻ കാക്കാനുള്ള രാജാവ് എന്നെ കൊല്ലാൻ നടക്കും. എന്തൊരു പ്രിൻസിപ്പിൾഡ് ലൈഫാണ് രാമന്റെ. അതായത് ഇങ്ങനെയും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. ഇപ്പൊ നോക്കിക്കോളൂ, ഇന്ത്യയിൽ കുഴപ്പമില്ല. നമ്മൾ ചില വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നിയമമാണ്. ഉദാഹരണം സിംഗപ്പൂരിനെ ഫൈൻ സിറ്റി എന്നാ പറയുന്നത്. ഫൈൻ സിറ്റി എന്ന് വെച്ചാൽ അത്ര മനോഹരമായ നഗരം. അതേ ഇനിയൊരു അർത്ഥമുണ്ട്, എന്തിനും ഫൈനാണ്, തിരിഞ്ഞ ഫൈനാണ്. കാരണം ഭാരതീയർ പൈസ ഫൈൻ അടിച്ചാൽ മാത്രമേ നിയമങ്ങൾ പാലിക്കൂ.
വിദേശത്ത് ഇപ്പൊ പച്ച, ചുവപ്പ്, മഞ്ഞ 3 ലൈറ്റ് ഉണ്ടാവും സിഗ്നൽ. അപ്പൊ വിദേശത്തെ അർത്ഥം എന്താണ്? പച്ച പോവുക, മഞ്ഞ വെയിറ്റ് ചെയ്യുക, ചുവപ്പ് നിർത്തുക. ഇന്ത്യയിലും 3 സിഗ്നൽ ഉണ്ട്. പച്ച പോവുക, മഞ്ഞ സ്പീഡിൽ പോവുക, ചുവപ്പ് പോലീസില്ലെങ്കിൽ പോവുക. നമുക്ക് എല്ലാത്തിനും വേറെ ഒരു മനസ്സിലാക്കല. പക്ഷെ എന്നാ 500 രൂപ ഫൈൻ, ഉടനെ ബ്രേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോ നിയമങ്ങൾ നമ്മളായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ശാസ്ത്ര അനുസൃതമായി ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രകൃതി നിയമം കൊണ്ടുവരും. എങ്ങനെ? ഉദാഹരണം, നിയന്ത്രണമില്ലാത്ത ഭക്ഷണം കഴിക്കുക. ആദ്യമേ ഇതൊക്കെ മനസ്സിലാക്കി 2 ഇഡ്ഡലി മതി, ചോറ് മതി, പുട്ട് 2 കുറ്റിയായി, ഇനി വേണ്ട എന്ന് മതി എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ആരോഗ്യത്തോട് ജീവിക്കാം. ആദ്യം നിയമങ്ങളൊന്നും പാലിച്ചില്ല, തോന്നിയ പോലെ മനസ്സിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ വന്ന് പറയും ഇത് കൂടുതൽ തിന്നാൽ നീ ചത്തുപോകും, അത് തിന്ന. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ഇത് കഴിക്കില്ല, അത് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. എന്തായാലും മനുഷ്യർക്ക് നിയമം പാലിച്ചിട്ടേ പറ്റൂ. പക്ഷെ നമ്മൾ സ്വതന്ത്രമായി ശാസ്ത്ര നിയമങ്ങൾ ആദ്യമേ പാലിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി കർശനമായി നമ്മുടെ മീതെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയില്ല. അപ്പോൾ ഒരു ആധ്യാത്മിക വ്യക്തിക്ക് ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഇങ്ങനെ സംസാരിക്കാവൂ, ഇത്രയേ സംസാരിക്കാവൂ, മറ്റുള്ള ഹൃദയം വേദനിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല, ഇന്ന രീതിക്ക് ജീവിക്കണം, ഇന്ന ശൈലിയിൽ ജീവിക്കണം. ഈ യമനിയമങ്ങൾ ഒരാൾ കർശനമായി പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വതന്ത്രമാണ്. പ്രഭുപാദർ പറയുന്നത് 4 യമനിയമങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ തൂണുകൾ എന്നാ പറയുന്നു. The 4 regulative principles are pillars of freedom. എന്നാൽ നമ്മൾ വെളിയിലുള്ള ആൾക്കാരെടുത്ത് ചെന്ന് പറയുന്നു മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, മുട്ട ഒട്ടുമേ പറ്റില്ല, ചായ കാപ്പി കുടിക്കല്ലേ, ഉള്ളിയും വെളുത്തുള്ളി തിന്നാന്, പിന്നെ എന്തിനാ ജീവിക്കണം? അതാണ് വെളിയിലുള്ളവരുടെ ചോദ്യം. പക്ഷേ നമുക്കറിയാം ഈ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കാമക്രോധാദികൾ, മനസ്സിന്റെ ചങ്ങല, മനസ്സിന്റെ പിടി, ഇതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു. ഇത് പാലിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിന്റെ ബന്ധിതരാണ്. സോ ഒറ്റ കാര്യം, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഏകദേശം ഒരു 28-30 ഗുണങ്ങളാണ് രാമായണം പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് ഒരേ ഒരു സ്വഭാവം. പിന്നെ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ദയ, കാരുണ്യം, സ്നേഹം, ഇങ്ങനെ പല പല സ്വഭാവങ്ങൾ, ഒരു 28-30 സ്വഭാവങ്ങളാണ് രാമായണം പറയുന്നത്. ഇത് ഓരോ അല്പം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും. ഒരാൾ പ്രഭുപാദരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ ഹരേ കൃഷ്ണ ആശ്രമത്തിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഉള്ളവരെല്ലാം കുറച്ച് ഓവർ ഡ്രാമ, വിനയം പോലെ ഡ്രാമ കാണിക്കുകയാണോ? വളരെ ഭവ്യതയോട് സംസാരിക്കുക, കണ്ടാ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുക, ഇങ്ങനെ ഇത് സത്യത്തിൽ ഇവർക്ക് വിനയമുണ്ടോ ഇല്ല? ഇതെല്ലാം ഒരു അഭിനയമാണ്. ഒരാൾ കണ്ടിട്ട് അങ്ങ് ചോദിച്ചതാ. കാരണം നമ്മുടെ ആൾക്കാരുടെ ചിലരുടെ ലാംഗ്വേജ് തന്നെ അങ്ങനെയാണ്. പ്രഭു ഐ എം ഡസ്റ്റ് പ്രഭു, ഐ എം ഫുഡ് പ്രഭു, അതിന് ചില ഭാഷകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഒരാൾ പ്രഭുപാദർക്ക് വളരെ യാഥാർത്ഥ്യമായി ചോദിച്ചു, ഇവരെല്ലാം സത്യത്തിൽ അഭിനയിക്കുന്നതാ, ഇവർക്ക് യഥാർത്ഥത്തിൽ എളിമത്വം ഉണ്ടോ? ആൻസർ പറയും, നമുക്ക് യഥാർത്ഥത്തിൽ എളിമത്വം ഉണ്ടോ ഇല്ല അഭിനയമാണോ? അഭിനയമാണോ എളിമത്വം ഉണ്ടോ? പ്രഭുപാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഭിനയിച്ചാലും കുഴപ്പമില്ല, അഭിനയിച്ച് ഒരു ദിവസം അതായി മാറിക്കോളുമെന്ന്. ഇതെല്ലാം വെറുതെ ഒരു വേഷമാണെങ്കിലും കുഴപ്പമില്ല, വേഷം വിട്ട് ഒരു ദിവസം വരുന്നത് ആയിക്കോളും, വിഷമിക്കേണ്ട. സോ ഈ പ്രിൻസിപ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീതാറാം ലക്ഷ്മണ ഹനുമാൻ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ കാര്യങ്ങളിൽ? സംശയം, ചോദ്യം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
Hare Krishna, Krishna Krishna, Hare Hare Rama, Hare Rama, Rama Rama, Hare Krishna Krishna, Hare Hare Rama, Hare Rama, Rama Rama, Ram Lakshman Hanuman ki